നമസ്തേ, ഹലോ ഫ്രണ്ട്സ്. ഞാൻ ഒരു മോട്ടിവേഷണലായിട്ടൊരു കാര്യം പറയട്ടെ. PSC പഠിക്കുന്നത് ഒരു എക്സാം പാസ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ ജീവിതം മാറ്റാൻ ഒരു ദിവസം ഞാൻ സക്സീഡ് ചെയ്യും, എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എൻ്റെ ജോലി വാങ്ങാൻ സാധിക്കും എന്ന ഉറപ്പോടെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാൻ സാധിക്കണം. നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ജോലി വാങ്ങിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് അതിലോട്ടേക്ക് മാറും. പിന്നെ നമ്മൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പഠിക്കുമ്പോൾ ടയേർഡൊക്കെ ആവത്തില്ലേ, അപ്പോൾ റിസൾട്ട് വരാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ട് തോന്നും, എനിക്ക് പറ്റുമോ, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ചിന്തകൾ വരും എന്ന് നമ്മളെ മൈൻഡ് ഇങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്താൽ മതി, ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, ഒരു സർക്കാർ ജോലി ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതൊന്നും അല്ല. അതിന് പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, വീണ്ടുമുള്ള ശ്രമം വേണം. എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യണം, നല്ലപോലെ റിവിഷൻ. ഒരു കാര്യം പഠിച്ചത് ഒരു വട്ടം കളയല്ല, അത് പിന്നെയും ഇങ്ങനെ ആവർത്തിച്ച് റിവിഷൻ ചെയ്ത് കൊണ്ടേയിരിക്കണം. ഇന്ന് നിങ്ങളൊരു പഠിക്കുന്ന ഒരു ചാപ്റ്റർ, നാളെ നിങ്ങളുടെ ജീവിതം സെക്യൂർ ആക്കാൻ പോകാം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നത് ഒരു മണിക്കൂർ കിട്ടുന്ന ഓരോ മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കുക. എന്നിട്ട് പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ളവർ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് വെറുതെ ആകില്ല. കാരണം സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാനേ പാടില്ല. കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. റാങ്ക് കിട്ടുന്നവർ എക്സ്ട്രാ ഓർഡിനറി ആളുകൾ അല്ല, ഓർഡിനറി ആയിട്ടും ഗിവ് അപ്പ് ചെയ്യാത്ത ആളുകളാണ്. അങ്ങനത്തെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പഠനത്തിൽ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് സ്ലോ ആണെങ്കിലും സ്റ്റോപ്പ് ആക്കുക. നമ്മൾ പതുക്കെ കഴിഞ്ഞ് നമ്മൾ പഠിച്ചു പോകുന്നു. പക്ഷെ നമ്മളതവിടെ നിർത്തരുത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും. പക്ഷെ അപ്പം നമ്മൾ ഡൗൺ ആവും. പക്ഷെ നമ്മൾ ഡൗൺ ആയാലും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അതിന് നേരിടാനായിട്ട് നല്ല രീതിയിൽ മനസ്സിനെ ദൃഢമാക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇച്ചിരി നേരം കിട്ടിയാൽ മതി, അത് ആ ഒരു ടൈമിൽ അങ്ങ് പഠിച്ചോളും. എന്നുവെച്ചാൽ ഡെയിലി കുറച്ച് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ് ആ ഒരു PSC പഠിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇച്ചിരി പഠിച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. ഒരു ദിവസം അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിലിട്ടുമ്പോൾ ഇന്നത്തെ എല്ലാ സ്ലീപ്ലെസ് നൈറ്റിനും മീനിങ് ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ കഷ്ടപ്പെട്ടതിന് എല്ലാം ഒരു ഫലമുണ്ട്. ഞാൻ ഒരു കോട്ട് പറയട്ടെ. സോ സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് ട്രസ്റ്റ് യുവർ ഹാർഡ് വർക്ക്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ജോലി വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ള പെയിൻ ടെമ്പററി ആണ്, പക്ഷേ സക്സസ് ലൈഫ് ടൈം ഹാപ്പിനെസ് നൽകും. താങ്ക് യു.